ഇത് ഒരു അമ്മയുടെ ത്യാഗത്തിന്റെയും ഒരു മകന്റെ സ്വപ്നത്തിന്റെയും ഒരു കുടുംബത്തിന്റെ കണ്ണുനീരിന്റെയും ഹൃദയം തൊടുന്ന കഥയാണ്. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കുടുംബം ജീവിച്ചിരുന്നു. അച്ഛൻ മാധവൻ, ദിവസക്കൂലിയെടുത്ത് കുടുംബം പോറ്റുന്ന ഒരാൾ. അമ്മ സരസ്വതി, എപ്പോഴും രോഗബാധിതയായ ഒരമ്മ. മക്കൾ 3 പേർ. മൂത്തവൻ അനന്തു, 10 വയസ്സ്. രണ്ടാമൻ ആദിത്, 7 വയസ്സ്. ചെറിയവൻ കുട്ടപ്പൻ, 2 വയസ്സ് മാത്രം. പണം കുറവായിരുന്നു. എന്നാലും സ്നേഹത്തിന് കുറവില്ലാത്തൊരു വീടായിരുന്നു അത്. ഒരു ദിവസം ജോലിക്ക് പോയ അച്ഛൻ വഴിയിൽ കുഴഞ്ഞു വീണു മരിച്ചു. അന്ന് ആ കുടുംബത്തിന്റെ ജീവിതം പൂർണ്ണമായും തകർന്നു. രോഗിയായിരുന്നിട്ടും സരസ്വതി 3 മക്കളെ നോക്കി ജീവിക്കാൻ തീരുമാനിച്ചു. രാവിലെ വീടുകളിൽ ജോലി, വൈകുന്നേരം കൂലിവേല, രാത്രി തുന്നൽ. വിശ്രമമില്ലാത്ത ഒരു അമ്മയുടെ ജീവിതം. പല ദിവസങ്ങളിലും അമ്മ ഭക്ഷണം കഴിച്ചില്ല, മക്കളുടെ വയർ നിറക്കാൻ. അങ്ങനെയിരിക്കെ മൂത്ത മകൻ അനന്തു ഒരു സ്വപ്നം കണ്ടു. എനിക്ക് ഡോക്ടറാകണം. പുസ്തകമില്ല, ചെരിപ്പില്ല. എന്നാലും അവൻ പഠനം നിർത്തിയില്ല. അമ്മ സ്വന്തം മരുന്നുപോലും നിർത്തി മകന്റെ പഠനത്തിനായി. വർഷങ്ങൾക്കുശേഷം അനന്തു പരീക്ഷ പാസായി. അനന്തു മെഡിക്കൽ കോളേജിൽ ചേർന്നു. നാട്ടുകാർ കൈകോർത്ത് സഹായിച്ചു. കാലം കടന്നു. അനന്തു ഒരു ഡോക്ടറായി. ഗ്രാമത്തിൽ ഒരു ചെറിയ ആശുപത്രി തുടങ്ങി. പാവങ്ങളെ സൗജന്യമായി ചികിത്സിച്ചു. അമ്മ ഇനി ജോലിക്ക് പോകേണ്ട എന്ന് അനന്തു തീരുമാനിച്ചു. അനിയന്മാരെ പഠിപ്പിച്ചു. കുടുംബം സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം ചെറിയ അനിയൻ കുട്ടപ്പന് ഒരു വലിയ അപകടം സംഭവിച്ചു. അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അത് അനന്തുവിന്റെ ആശുപത്രി തന്നെയായിരുന്നു. അന്ന് ആശുപത്രിയിൽ വലിയ തിരക്ക്. അനന്തു ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയയിലായിരുന്നു. ഒരു കുട്ടി ഗുരുതരാവസ്ഥയിൽ എന്ന് മാത്രം അനന്തുവിനോട് പറഞ്ഞു. അത് സ്വന്തം അനിയനാണെന്ന് അനന്തുവിന് അറിയില്ലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് അനന്തു പുറത്തു വന്നു. കരഞ്ഞുകിടക്കുന്ന അമ്മയെ കണ്ടു. നഴ്സ് പറഞ്ഞു, "ആ കുട്ടി നിങ്ങളുടെ അനിയനായിരുന്നു." അനന്തു തകർന്നു. കിടക്കയിൽ നിശ്ചലമായ കുട്ടപ്പൻ. അമ്മ ഒന്നും പറഞ്ഞില്ല. മകന്റെ തലയിൽ കൈവച്ച് നിറയെ വെണ്ടി കരുതി നിന്നു. "കുട്ടപ്പെ കടമ ചെയ്തു മോനെ" എന്നമ്മ പറഞ്ഞു. അമ്മയുടെ ത്യാഗം ഒരു ഡോക്ടറെ സൃഷ്ടിച്ചു. അനിയന്റെ മരണം അവനെ ഒരു മനുഷ്യനാക്കി. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അമ്മയുടെ സ്നേഹത്തിന്റെ ആഴം, ത്യാഗത്തിന്റെ വില, ജീവിതത്തിന്റെ യഥാർത്ഥ വേദന. നന്ദി.